വൺ ടൈം സർവീസ് ചാർജ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കണക്കിനാണെങ്കിൽ ഏകദേശം 5 കോടി രൂപയാണ് നമുക്കൊരു 5 സെൻറ്റ് പ്ലോട്ടിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം. അപ്പോൾ അതിൻ്റെ ഒരു 5% എന്ന് പറയുമ്പോൾ 25 ലക്ഷം രൂപ കമ്പനിക്ക്, 4.25 കോടി രൂപ നിങ്ങൾക്ക്. ക്ലിയർ ആകുക? ഓക്കെ. അപ്പോൾ ഇതാണ് കോൺട്രാക്ട് നമ്പർ 1. ഇനി അടുത്തൊരു കോൺട്രാക്റ്റ്, ഈ 5 സെൻറ്റ് സ്ഥലത്ത് ചന്ദന കൃഷിയുടെ ഉടമസ്ഥർ നിങ്ങളായിരിക്കും, സ്ഥലത്തിൻ്റെ ഉടമസ്ഥരായിരിക്കും ചന്ദന കൃഷി. പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഇതിലൊരു ഇടവിള കൃഷികൾ ചെയ്യും നമ്മൾ. അതായത് ഈ ചന്ദനം എന്ന് പറയുന്നത് ഒരു സെമി പാരസൈറ്റാണ്. സെമി പാരസൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു അർദ്ധപരാഗ സസ്യമാണ്. സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും, ഓർമ്മയുണ്ടാവും. അർദ്ധപരാഗ സസ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് സ്വന്തമായി വെള്ളവും വളവും വലിച്ചെടുക്കാനുള്ള ശേഷി സാധാരണ മരങ്ങളെ അപേക്ഷിച്ച് പകുതിയുള്ളത്, സ്വന്തമായിട്ട് വളരാനുള്ള ശേഷി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചന്ദനത്തിന് എപ്പോഴും മറ്റൊരു മരത്തിൻ്റെ സപ്പോർട്ടോടു കൂടെ മാത്രമേ വളരാൻ സാധിക്കുകയുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് ചെടികളുടെ വേരിലൂടെയാണ് ഇത് വെള്ളവും വിളക്കും വലിച്ചെടുത്ത് വളരുന്നത്. അതായത് ആദ്യമായിട്ട് ചന്ദനത്തൈ നടുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ ചെറിയ ചീര, പൊന്നാങ്കണ്ണി ചീര കേട്ടിട്ടില്ലേ, ഇതിൻ്റെ കൂടെ നട്ടുകൊടുക്കും. അപ്പോൾ ആദ്യത്തെ ഒരു 3 മാസമൊക്കെ ഈ പൊന്നാങ്കണ്ണി ചീരയെന്നായിരിക്കും ഇതിനാവശ്യമുള്ള വെള്ളം വലിച്ചെടുത്ത് ഇത് വളരുന്നുണ്ടാവാം. അത് കഴിഞ്ഞൊരു 3 മാസം, ഒരു 6 മാസത്തിനുള്ളിലായിട്ട് നമ്മളിതിനൊരു രണ്ടാമത്തെ ഹോസ്റ്റ് പ്ലാന്റ് ആയിട്ടുള്ള ഒരു ഇൻ്റർമീഡിയറ്റ് ഹോസ്റ്റായിട്ട് ഇതിനൊരു തൊമരപ്പയർ എന്ന് പറയുന്നൊരു പയർ ചെടിയുണ്ട്. ഇപ്പോൾ നമ്മൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അറിയാമല്ലോ, ഒരു മരം പോലെ നിൽക്കുന്നൊരു പയർ ചെടിയുണ്ട്, വള്ളി പോലെ പടരുന്നതല്ല, മരം പോലെ നിൽക്കുന്നൊരു പയർ ചെടിയുണ്ട്. അത് ഇതിൻ്റെ കടക്കിലൊക്കെ വെച്ച് കൊടുക്കും. പിന്നെ ഒരു ഏകദേശം ഒരു വർഷത്തോളം ആ പയർ ചെടിയിൽ നിന്നായിരിക്കും ഇതിനാവശ്യമുള്ള വെള്ളം വിളവ് വലിച്ചെടുക്കുന്നുണ്ടാവുക. അത് കഴിഞ്ഞ് ഒരു വർഷം കഴിയുമ്പോഴേക്കും ഇതിൻ്റെ ഉയരം ഏകദേശം ഒരു 7-8 അടി ഹൈറ്റ് വെച്ചിട്ടുണ്ടാവും. വണ്ണം ഏകദേശം ഒരു 10 സെൻറ്റിമീറ്ററിനും 20 സെൻറ്റിമീറ്ററിനും ഇടയിൽ വണ്ണം വെച്ചിട്ടുണ്ടാവും ഈ ഒരു വർഷത്തിനുള്ളിൽ. ദെൻ 4 മരങ്ങളുടെ ഇടയിലായിട്ട് സെൻട്രലായിട്ട് ഒരു പെർമനൻറ്റ് ഹോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇത് 15 വർഷം വരെ നിൽക്കാവുന്ന രീതിയിലുള്ള ഒരു ഹോസ്റ്റ് പ്ലാന്റ് കൂടെ ആയിരിക്കും നമ്മൾ വീണ്ടും നടുന്നുണ്ടാവുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 മരങ്ങൾക്ക് നടുവിലായിട്ട് ഇതൊരെണ്ണം വെച്ചെടുക്കും. ഇപ്പോൾ ശീമക്കൊന്ന, കണിക്കൊന്ന, അതുപോലെ തന്നെ പോംഗ്രനേറ്റ്, അനാറ്, മാതള നാരങ്ങ എന്ന് പറയില്ല, മാതള നാരങ്ങ, അങ്ങനെയുള്ള അധികം ഉയരത്തിൽ വളരാത്ത നെല്ലി, അങ്ങനെയുള്ള മരങ്ങളൊക്കെ ഇതിൽ വെച്ച് കൊടുക്കുന്നുണ്ടാവുക. എന്ന് വെച്ചാൽ ഈ ചന്ദനത്തിന് എപ്പോഴും നല്ല വെയിൽ ആവശ്യമുണ്ട്. അപ്പോൾ മറ വരാത്ത രീതിയിൽ, അധികം ഉയരത്തിൽ പോകാത്ത രീതിയിലുള്ള മരങ്ങൾ വെച്ച് കൊടുത്തിട്ടാണ് ഇതിന് ഹോസ്റ്റ് പ്ലാന്റായിട്ട് ബാക്കിയുള്ള 15 വർഷം വരെ ഇതിൻ്റെ ചന്ദനത്തിൻ്റെ ഹോസ്റ്റ് പ്ലാന്റായിട്ട് ഈ മരങ്ങളായിരിക്കും ഉണ്ടാവുക. ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ചന്ദനത്തിൻ്റെ ഈ 4 മരങ്ങൾക്ക് ഇടയിൽ ഒരു മാതള നാരകത്തിൻ്റെ ചെടിയും, അത് കൂടാതെ 2 മരങ്ങളുടെ ഇടയിൽ ഓരോ മാതള നാരകത്തിൻ്റെ ചെടിയും കൂടെ ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. കാരണം 1 വർഷം കഴിഞ്ഞ് തോട്ടങ്ങളിലൊക്കെ തന്നെ. അപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്നൊരു വരുമാനം ഉണ്ടാവും ഈ ഹോസ്റ്റ് പ്ലാന്റ് കൃഷി ചെയ്യുന്നതിലൂടെ. അപ്പോൾ ഈ ഒരു വരുമാനം കിട്ടും. ഈ വരുമാനം സ്ഥലം വാങ്ങിയിട്ടുള്ള നിങ്ങൾക്ക് തരില്ല, കാരണം കൃഷി ചെയ്യുന്നവിടെ കമ്പനിയാണ്, നിങ്ങളുടെ കൃഷി ചന്ദനമാണ്. ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ നിന്നും നിങ്ങൾക്കൊന്നും തരാത്തത് കൊണ്ട്, പക്ഷേ നിങ്ങളുടെ സ്ഥലമായതുകൊണ്ട് നിങ്ങൾക്ക് അതിനൊരു 5000 രൂപ ഒരു വർഷത്തിൽ ഒരു പാട്ടക്കരാർ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് തരും. 5 സെൻറ്റ് സ്ഥലത്തിന് 5000 രൂപ വർഷത്തിൽ അങ്ങോട്ട് തരും. അപ്പോൾ 10000 രൂപ നിങ്ങൾക്ക് ഇങ്ങോട്ട് തരണം കമ്പനിക്ക്, അത് മെയിൻറ്റെയിൻ ചെയ്യാൻ, സെക്യൂരിറ്റി തരാനായിട്ട്. ബാക്കി ഒരു 5000 രൂപ തിരിച്ച് നിങ്ങൾക്ക് അങ്ങോട്ടും തരും. സ്ഥലത്തിൽ ഒരു 5000 രൂപ മാത്രം നിങ്ങൾക്ക് വർഷത്തിൽ ഈ സ്ഥലത്തിൻ്റെ മെയിൻ്റനൻസിനായിട്ട് പേ ചെയ്താൽ മതി. ക്ലിയർ ആയല്ലോ? എന്ന് വെച്ചാൽ ഒരു മാസം ഒരു 400 ചില്ലാൻ രൂപ. ഇതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. അപ്പോൾ ഒരു 10000 രൂപ വർഷത്തിൽ മെയിൻ്റനൻസ് ചാർജ് പേ ചെയ്യുന്നു, 5000 രൂപ നിങ്ങൾക്ക് തന്നെ തിരിച്ചു കിട്ടുന്നു. ഫലത്തിൽ ഒരു 5000 രൂപ മാത്രമേ നിങ്ങൾ ഇതിനായിട്ട് മുടക്കേണ്ടി വരുന്നുള്ളൂ. ഓക്കെ. ദെൻ ഈ ഒരു പ്രൊജക്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞു, ഒരുപാട് പൈസ ഉള്ള ആളുകൾക്ക് കൂടുതൽ പണം അറ്റ് എ ടൈം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്കൊരു മന്ത്ലി ബെനിഫിറ്റ് ഉണ്ടാക്കാനും, ഒരു റെഗുലറായിട്ടുള്ള ഒരു മന്ത്ലി ബെനിഫിറ്റ് ഉണ്ടാക്കാനും, അതേപോലെ തന്നെ ലോങ് ടൈമിലേക്ക് വലിയ രീതിയിലുള്ള വരുമാനം ഉണ്ടാക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ്, എല്ലാം ഇതിലുണ്ട്. പക്ഷേ അതൊന്നുമില്ലാത്ത ആളുകൾക്കും ചെറിയ രീതിയിൽ ഒരു മാസം 15000 രൂപ മുതലുള്ള പലിശരഹിത EMIയിലൂടെയും ഈ ഒരു പ്രോപ്പർട്ടി സ്വന്തമാക്കാനുള്ള അവസരം ഞങ്ങളുടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇതാണ് ഓവറോൾ നമ്മുടെ പ്രൊജക്റ്റ്. അപ്പോൾ 2 തരത്തിലുള്ള സ്ഥലങ്ങളാണ് കമ്പനിക്കുള്ളത്. ഒന്ന്
പഞ്ചായത്ത് റോഡ് ഫേസ് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളും മറ്റൊന്ന് ബസ് റൂട്ട് ഫേസ് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളും. അപ്പോൾ ഇതാണ് അതിൻ്റെ രീതി. നിങ്ങൾ ഞങ്ങളുടെ പ്രോപ്പർട്ടി കാണിക്കുന്നു, ഇഷ്ടപ്പെട്ട ആളുകൾക്ക് പ്ലോട്ട് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത പ്ലോട്ട് നിങ്ങളുടെ പേരിൽ ആധാരം രജിസ്റ്റർ ചെയ്യുന്നു. അത് പോക്കുവരവ് നടത്തി നികുതി അടച്ച് ഒറിജിനൽ ഡോക്യുമെന്റ്സ് നിങ്ങളെ ഏൽപ്പിക്കുന്നു. അതിന് പുറമെ ഈ പ്രോപ്പർട്ടി കമ്പനി നിങ്ങൾക്ക് നോക്കി നടത്തിക്കോളാം, 15 വർഷം വരെ ഇതിൻ്റെ മെയിൻ്റെനൻസ് സെക്യൂരിറ്റി ചെയ്തോളാം എന്നുള്ളൊരു ഉറപ്പ് കമ്പനി നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതിന് പുറമെ രജിസ്ട്രേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾക്ക് ഈ 2 ഏക്കർ പ്രോജക്റ്റിൽ 40 പ്ലോട്ടുകളാണുള്ളത്. ഈ 40 പ്ലോട്ടുകളും 40 ആളുകളായിരിക്കാം വാങ്ങിയിട്ടുണ്ടാവുക. ഓരോ 5 സെൻറ്റിനും ഓരോ ഉടമസ്ഥരായിരിക്കും. ഈ ഉടമസ്ഥരെ എല്ലാവരും ചേർത്തുകൊണ്ട് സാൻഡൽവുഡ് ഗ്രൂപ്പ് ഫാർമേഴ്സ് വെൽഫെയർ അസോസിയേഷൻ എന്നുള്ള പേരിൽ ഒരു സൊസൈറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ഈ സൊസൈറ്റിയിൽ മെമ്പർഷിപ്പ് കൂടെ കിട്ടും നിങ്ങൾക്ക് ഓരോരുത്തർക്കും. അതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനി നിങ്ങൾക്ക് ഓഫർ ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ കമ്പനി കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുന്നത് ഈ സൊസൈറ്റിയുടെ ഉത്തരവാദിത്വമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വർഷവും ഇലക്ഷൻ നടത്തി ഇതിനൊരു പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ, മറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ ഇവരെല്ലാവരുമുള്ള ഒരു സൊസൈറ്റിയാണിത്. അപ്പോൾ കമ്പനി പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കേണ്ടത്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇന്നിവിടെ വന്നിട്ടുള്ള നിങ്ങൾ ആരെങ്കിലുമൊക്കെ അവിടെ ഒരു 5 സെൻറ്റ് സ്ഥലം വയനാട്ടിൽ ഒന്ന് വാങ്ങിയെന്ന് വിചാരിക്കാം. നിങ്ങൾക്കിത് നിരന്തരമായിട്ട് ഇതിനെക്കുറിച്ച് അവിടെ നേരിട്ട് പോയി അന്വേഷിക്കാനോ വിലയിരുത്താനോ ഒന്നിനുള്ള സമയമുള്ള ആൾക്കാരാവണമെന്നില്ല. പക്ഷെ സൊസൈറ്റി കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ നോക്കി നടത്തുന്നുണ്ടാവും. നിങ്ങൾക്ക് കമ്പനി എഗ്രിമെൻ്റ് പ്രകാരം എന്തൊക്കെ കാര്യങ്ങൾ ഓഫർ ചെയ്തിട്ടുണ്ടോ അത് കൃത്യമായിട്ട് നടക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുന്നുണ്ടാവും. ഇനിയൊരു കാര്യം കൂടെ പറയാം. ഇത് ഇത്തരത്തിലുള്ള 700 പ്രോജക്റ്റുകളാണ് ഞങ്ങളുടെ പ്ലാൻ ചെയ്തത്. 1400 ഏക്കർ സ്ഥലം എന്ന് പറയുമ്പോൾ 2 ഏക്കർ വീതമുള്ള 700 പ്രോജക്റ്റുകളാണ്. ഈ 700 പ്രോജക്റ്റിലും ഞാനൊരു മെമ്പറാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പ്രോജക്റ്റിലും എനിക്കൊരു 5 സെൻറ്റ് സ്ഥലം ഞാനവിടെ മാറ്റിയിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്രദർ MD ഉണ്ട്. ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു നിങ്ങളടുത്ത്. ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്ന വളരെ ബ്രീഫായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടാവും. എന്താണ് എന്നുള്ളതൂടെ അറിയാതെ വന്നിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ ഈ ഒരു ചന്ദന കൃഷിയെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ഔട്ട്ലൈൻ കിട്ടാനുള്ള വളരെ ബ്രീഫായിട്ടുള്ള വളരെ ബ്രീഫ് ചെയ്തിട്ടുള്ളത് ചെറിയ കാര്യങ്ങളാണ്. ഇനി ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കുറച്ചും കൂടെ രസകരമായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് ബെനിഫിറ്റ് കിട്ടുന്നത്, ഇതിൻ്റെ വില എന്താണ്, അതുപോലെ തന്നെ റെഗുലറായിട്ട് വരുമാനം കിട്ടുന്ന എന്തുണ്ടെന്ന് ഞാനിവിടെ പറഞ്ഞു, മന്ത്ലി ഇൻകം കിട്ടുന്നത് അതെങ്ങനെയാണ്, ടൂറിസവുമായിട്ട് ഈ ഒരു പ്രൊജക്റ്റിനുള്ള ബന്ധം എന്താണ്, ഇങ്ങനെയുള്ള കുറച്ചധികം കാര്യങ്ങൾ ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പറയാനായിട്ട് തുടക്കത്തിൽ നിങ്ങൾ പ്രതീക്ഷിച്ച പോലെ ഞാൻ നിങ്ങളെ നിരാശരാക്കിയെന്ന് പറഞ്ഞില്ലേ. എങ്ങനെ നിരാശരാക്കിയത്? ഇച്ചിരി കുറവ് അല്ലേ, എന്തൊക്കെയോ കുറച്ച് കുറവുണ്ടല്ല. ആ കുറവൊക്കെ നികത്താൻ പറ്റുന്ന ആൾ കുറച്ച് മുമ്പ് വരും. എൻ്റെ ചേട്ടത്തിനാണ്, കുഴപ്പമൊന്നുമില്ല, MD ആണ് കമ്പനിയുടെ. അപ്പോൾ അദ്ദേഹം ഈ ഞാൻ ബാക്കി വെച്ചിട്ട് പോകുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഡീറ്റെയിൽ ആയിട്ട് പറയും. നിങ്ങളാരും നിരാശപ്പെടുത്തില്ല. നിങ്ങളിങ്ങോട്ട് ക്ഷണിച്ച വ്യക്തികളെ നിങ്ങൾക്ക് ഒന്ന് കെട്ടിപ്പിടിക്കാൻ തോന്നുന്ന രീതിയിലായിരിക്കും ഈ ഒരു സെഷൻ കഴിയുമ്പോൾ ലഞ്ചിന് മുമ്പ് നിങ്ങളുടെ എല്ലാവരുടെയും മാനസികാവസ്ഥ. അപ്പോൾ അടുത്ത ആ ഒരു സെഷനിലേക്ക് ഞാൻ കടക്കുന്നതിന് മുമ്പ്